ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തപസ് കാലത്തിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. രൂപാന്തരപ്പെടുന്ന യേശുവിനെയാണ് ഇന്ന് നമ്മൾ തിരുവചനത്തിൽ വായിച്ച് കേൾക്കുക. ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരായ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി അവിടെ വച്ച് യേശു രൂപാന്തരപ്പെട്ടു എന്ന് വചനം പറയുന്നു. രൂപാന്തരണ സമയത്ത് ദൈവപിതാവിൻ്റെ ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്ക് കേൾക്കുവിൻ എന്നൊക്കെ. യേശുവിൻ്റെ മുഖത്തിന് വ്യത്യാസം വന്നു, യേശുവിൻ്റെ വസ്ത്രത്തിന് വ്യത്യാസം വന്നു. അത്രമാത്രം പ്രകാശപൂരിതമായിരുന്നു ആ രൂപാന്തരീകരണ സമയം. ഇതിനുശേഷം പത്രോസ് പറയുന്ന ഒരു വാചകമുണ്ട്, കർത്താവേ, നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചില സ്ഥലങ്ങളിൽ ടൂറ് പോകുമ്പോൾ നമ്മൾ പറയും, നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് നല്ലതാ. ചിലപ്പോൾ നമ്മൾ പറയും, ഈ സ്ഥലം എത്രമാത്രം മനോഹരമാണ്, നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോരാനായിട്ട് തോന്നുന്നില്ല എന്നൊക്കെ. ചില ഇഷ്ടപ്പെട്ട ഇടങ്ങളിൽ നിന്ന് ഇറങ്ങി വരുവാനുള്ള ഒരു പരിശീലനമാണ് യേശു തൻ്റെ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ഈ തപസ് കാലത്ത് നമ്മുടേതായ ചില ഇഷ്ടങ്ങളുടെ കൊടുമുടിയിലായിരിക്കാം നമ്മൾ വാഴുന്നത്. നമ്മുടെ അധികാരത്തിൻ്റെ ഇഷ്ടങ്ങളുടെ കൊടുമുടി, ഇല്ലെങ്കിൽ സമ്പത്തിനോടുള്ള നമ്മുടെ ആഗ്രഹത്തിൻ്റെ കൊടുമുടി, അല്ലെങ്കിൽ പദവിയോടുള്ള നമ്മുടെ ആഗ്രഹം, ഇതൊക്കെ ചില കൊടുമുടികളാണ്. നമ്മളപ്പോൾ പറയും, നമ്മൾ ഇവിടെ ആയിരിക്കും നല്ലതാണ്, ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ. ഇവിടെ ഈശോ നമ്മളോട് പറയുന്നത് അവിടെ നിന്നും ഇറങ്ങി വരിക എന്നതാണ്. കാരണം ഈശോ ഇതിനു ശേഷമാണ് ഈശോ തൻ്റെ പീഡാസംഗത്തിലേക്കൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ സുരക്ഷയുടെ കൊടുമുടിയിൽ വാഴേണ്ടവനല്ല ഒരു ക്രൈസ്തവൻ, മറിച്ച് അവൻ സാധാരണ ഇടങ്ങളിലേക്ക്, സാധാരണ മനുഷ്യൻ്റെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടവനാണെന്ന് ഈശോ വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മലയിൽ നിന്നും ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരെയും കൂട്ടിക്കൊണ്ട് താഴ്ന്ന സ്ഥലത്തേക്ക് ഇറങ്ങി വരുന്നത്, ആ മനുഷ്യരുടെ ഇടയിലേക്ക് കടന്നു വരുന്നത്. മനുഷ്യനെ ശുശ്രൂഷിക്കുവാനായിട്ട്, അവൻ്റെ ആവശ്യങ്ങളിൽ ഇടപെടുവാനായിട്ട് ഈശോ തൻ്റെ ശിഷ്യന്മാരെ പരിശീലിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ തപസ് കാലം നമ്മളും ചിലപ്പോൾ ചില കൊടുമുടിയിലായിരിക്കും, ചില മലമുകളിലായിരിക്കും. അവിടെ നമുക്ക് സുരക്ഷിതത്വം ഉണ്ടാവാം, അവിടെ നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങൾ ഉണ്ടാകാം, നമ്മുടേതായ നന്മകൾ മാത്രം ഉണ്ടാകാം. അവിടെ നിന്ന് ഇറങ്ങി വരുവാനായിട്ട് ഈശോ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നമുക്ക് ഈ തപസ് കാലത്ത് നമ്മുടെ ഇഷ്ടങ്ങളുടെ കൊടുമുടിയിൽ നിന്ന് നമുക്ക് ഇറങ്ങി വരാം, സാധാരണ മനുഷ്യൻ്റെ ആവശ്യങ്ങളോട് ചേർന്നുകൊണ്ട് നമുക്ക് ജീവിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നാം അനുഭവിച്ച ദൈവസ്നേഹം നമ്മുടെ പ്രിയപ്പെട്ട മനുഷ്യരുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ അനേകം പേർ യേശുവിനെ മനസ്സിലാക്കും നമ്മുടെ ജീവിതത്തിലൂടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.